ആ മൗലാന മുഹമ്മദ് അലിയാണ് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് അന്നത്തെ ജോർജ് അഞ്ചാമന്റെ മുഖത്ത് നോക്കിയെടുത്ത് വട്ടുദേശ സമ്മേളനത്തിൽ പറഞ്ഞത്, എന്റെ നാടിന്, അങ്ങനെ തന്നെയാണ് ആ വാക്ക്, എന്റെ നാടിന് നിങ്ങൾ സ്വാതന്ത്ര്യം തരിക, അതല്ലെങ്കിൽ ഈ മണ്ണിൽ എനിക്ക് 6 മണ്ണ് നൽകുക എന്ന് മൗലാന മുഹമ്മദ് അലി പറഞ്ഞുവെന്നത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്യം കൂടിയുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ വന്ന് ഡിവൈഡ് ആൻഡ് യു റൂൾ എന്ന തത്വത്തിനെതിരായിക്കൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ ഭയമാണ് നടത്തുന്നത്. ഞങ്ങൾ ഭിന്നമാക്കുന്നു, ആൻഡ് യു റൂൾ, നിങ്ങൾ ഭരിക്കുന്നു. ആ തിയറി പാടില്ല. ഇന്ത്യൻ രാജ്യത്തിലെ ജനങ്ങളെ ഭരിക്കേണ്ടത് ഇന്ത്യയുടെ ജനങ്ങളാണ്. അതിന് വിഘാതം സൃഷ്ടിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിൽ ആർജവത്വം കാണിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ഇന്ത്യൻ പൗരങ്ങളുള്ള കാലത്തോളം അത് അസാധ്യമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ ബ്രിട്ടനിൽ, ലണ്ടനിൽ അദ്ദേഹത്തിന് 6 അടി മണ്ണ് കൊടുത്തുവെന്ന ചരിത്രം നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഇങ്ങനെ ചരിത്രത്തിന്റെ പാഠങ്ങളിൽ എത്ര മനോഹരമായി കൊണ്ടാണ് പല വിഷയങ്ങളും കടന്നുകൂടിയിട്ടുള്ളത്. ആ മനോഹരമായ വിഷയങ്ങൾ സ്നേഹത്തിന്റെ ആവിഷ്കാരമുള്ളതാണ്. അതിൽ പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും ബന്ധമുണ്ട്. പക്ഷേ കളങ്കമില്ലാത്ത സ്നേഹം, ആ സ്നേഹത്തിന്റെ മൂർത്തഭാവമായ പ്രണയവും പ്രേമവും പരിണമിക്കുമ്പോ അത് രാജ്യത്തിന്റെ മണ്ണിനോടുള്ള കൂറാണ്. അത് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിനോടുള്ള കൂറാണെന്നുകൂടി നാം മനസ്സിലാക്കണം. ഇവിടെ ഹൈന്ദവ മതം പഠിപ്പിച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. ബാന്ധവ മാനവ സർവ മനുഷ്യരും ബന്ധുക്കളാണ്. ബാന്ധവ ബന്ധുക്കളാണ്, മാനവ മനുഷ്യർ സർവ മനുഷ്യരും ബന്ധുക്കളാണ്, സകല ഹിന്ദുക്കളും ബന്ധുക്കളാണെന്നല്ല ഹൈന്ദവ മതം പഠിപ്പിച്ചത്. ഈശോവസ്യമിതം സർവ്വപരികിഞ്ച ജഗത്യാൻ ജഗതിന്റെ ഭുജീതമാഗ്രത കസ്യസിദ്ധരം എന്ന് മുഴങ്ങിയത് ഇന്ത്യയിലാണ്. ഈശോവസ്യമിതം സർവം, ഈ ജഗത്തിലുള്ളത് മുഴുവൻ, ഈ ലോകത്തുള്ളത് മുഴുവൻ ഈശ്വരനാൽ വ്യാപൃതമാണ്. അതുകൊണ്ട് തന്നെ അന്യായമായി കൊണ്ടൊരാളുടെ ധനവും നിങ്ങൾ അപഹരിക്കരുതെന്ന സന്ദേശം പഠിപ്പിക്കുന്നത് ഹൈന്ദവ മതമാണ്. ആ ഹൈന്ദവ മതത്തിന്റെ ഒരു ആദർശമുണ്ട്. ദേവനാഗരി ലിപിയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ മുകുടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഖുർആനിന്റെ ഒരു വചനം ഇന്ത്യൻ പാർലമെന്റിൽ കൊത്തിവെക്കപ്പെട്ടതുപോലെ ഒരു വചനം ഹൈന്ദവ ദർശനത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദേവനാഗരി ലിപിയിൽ അവിടെ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ വാക്യം? അയം നിജ പരോവേദി, അയം നിജ പരോവേദി, ഞാൻ മാത്രം എന്റേത് മാത്രമെന്ന് പറയുന്നവൻ ഗുണാകാം ലഘുച്ഛേദസാം, അവന്റെ ഹൃദയം ഇടുങ്ങിയതും ഞെരുക്കമുള്ളതും കുടുസായതുമാണ്. മാത്രമല്ല ഉദാരചരിതാനാന്ത്, വിശാലമായി ചിന്തിക്കുന്നവൻ, വിശാലമായ ഹൃദയത്തെ ഉൾക്കൊള്ളുന്നവർക്കാകട്ടെ വസുധൈവ കുടുംബകം, ലോകമാണ് തറവാട് എന്ന സന്ദേശവും ഇന്ത്യൻ പാർലമെന്റിന്റെ മകുടത്തിൽ കുത്തിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ്. ആ സ്നേഹ സന്ദേശങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാൻ പാടില്ല. അപ്രകാരം തന്നെ എന്താണ് ക്രൈസ്തവ മതം പഠിപ്പിച്ചത്? മത്തായി സുവിശേഷത്തിന്റെ 15-ാമത്തെ സൂക്തത്തിലൂടെ, ബൈബിളിലൂടെ ലോക ജനങ്ങൾക്ക്, ബൈബിളിലൂടെ ക്രിസ്തു സഭ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? നിങ്ങൾ അയൽവാസിയെ വെറുക്കാനും അവരെ ആക്രമിക്കാനും എന്ന സന്ദേശം കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അയൽവാസിയെ സ്നേഹിപ്പിന്നെന്ന് മത്തായി സുവിശേഷത്തിന്റെ 15-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, അതേ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, മണ്ണിൽ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. ഒരാളെയും ആക്രമിക്കരുതെന്ന സന്ദേശം പറഞ്ഞ് ബൈബിളിൽ നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കണമെന്ന വാക്യം വരെ ഉണ്ട് എന്നത് ഈ രാജ്യത്തെ മതങ്ങൾ പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ പാഠങ്ങളാണെന്നതിൽ ഒരു തർക്കവുമില്ല എന്നത് എന്റെ വാക്കുകൾ കേട്ടവർക്കും ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ നിന്ന് പഠിച്ചവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ, ഇവിടെ ജീവിച്ചു പോയ മഹാമനീഷികൾ, അവർ പഠിപ്പിച്ചു തന്ന പാഠങ്ങളെ നാം നെഞ്ചേറ്റ് ജീവിക്കുക. അതിനുവേണ്ടിയാണ് നാം നല്ലൊരു ജീവിതത്തിന്റെ സമകാലിക അവസ്ഥകളിൽ നിന്നും ഇത്തരം ഒരു പ്രമേയം, രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഇവിടെ മുഴങ്ങാനുള്ള
പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞായി മുസ്ലിയാരെ പറയുമ്പോൾ മങ്ങാട്ടച്ഛനെ പറയാതെ ഇന്ത്യൻ ചരിത്രം അപൂർണമാണ്, അത് പൂർണ്ണമാവുകയില്ല. കണ്ണൂരിലെ തലശ്ശേരി മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞായി മുസ്ലിയാരും കണ്ണൂരിലെ കൂത്തുപറമ്പിലും നായർ തറവാട്ടിലെ മങ്ങാട്ടച്ഛനുമില്ലാതെ ഒരു ചരിത്രവും പൂർണ്ണമാവുന്നില്ല. അവരില്ലാത്ത ചരിത്രം ഇന്ത്യൻ ചരിത്രത്തിൽ പൂർണ്ണതയില്ലാത്ത അപൂർണമായ ചരിത്രമാണ് എന്ന് മനസ്സിലാക്കണം. കുഞ്ഞായി മുസ്ലിയാരൊരിക്കൽ മങ്ങാട്ടച്ഛനോട് പറഞ്ഞൊരു ഫലിത ബിന്ദു ഞാൻ ഓർത്തു പോവുകയാണ്. മങ്ങാട്ടച്ഛൻ തുളസിക്കതിരിലെ കാതിൽ ചൂടി കടന്നു വരുമ്പോൾ കുഞ്ഞായി മുസ്ലിയാരും പറഞ്ഞു, നായരെ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുമുണ്ടൊരു ഇല എന്ന്. അങ്ങനെ ആയപ്പോൾ മങ്ങാട്ടച്ഛന് കാണണമെന്നായി. ഏതാണ് ഈ ഇല എന്ന്? ഒരു ബർക്കത്താക്കപ്പെട്ട ഇലയാണ്. നമ്മുടെ നാട്ടിൽ തൂവ പൊളിച്ച എന്ന് പറയും. കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞു, ഇത് വെക്കേണ്ടത് കാതിലല്ല, പിന്നെ കാലിന്റെ ചുവട്ടിലാണ് വെക്കേണ്ടത്. തൂവ പൊളിച്ച് കാലിന്റെ ചുവട്ടിൽ വെച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ഫലിത ബിന്ദുക്കളും രസസാമ്രാട്ടുകളും കടന്നുപോയ മണ്ണാണിത്. മതങ്ങളിൽ അത്തരം രസങ്ങളെ നാം മനസ്സിലാക്കുക, അതിനുവേണ്ടി നാം മുന്നോട്ട് പോവുക. ഇത് ഇന്ത്യയാണ്, സ്നേഹത്തിന്റെ ഇന്ത്യ. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, നാം ഇന്ത്യക്കാരുമാണ്. മദ്ഹബ് നഹീ സിഖാത്ത, ഒരു മതവും പഠിപ്പിക്കുന്നില്ല. പേരിലില്ല ഒരു മതവും വിദേശത്തെ പഠിപ്പിക്കുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇത് ഇന്ത്യ വെറും ഇന്ത്യയല്ല, ശ്രുതികളുടെ ഇന്ത്യ, സ്മൃതികളുടെ ഇന്ത്യ, വേദങ്ങളുടെ ഇന്ത്യ, പുരാണങ്ങളുടെ ഇന്ത്യ, ഉപനിഷത്തുകളുടെ ഇന്ത്യ, വാൽമീകി മഹർഷിയുടെ ഇന്ത്യ, കർണന്റെ കണാദന്റെ ശങ്കരന്റെ ഇന്ത്യ, ഇത് അല്ലാമ സയ്യിദ് സർ സയ്യിദ് മുഹമ്മദ് ഇഖ്ബാലിന്റെ ഇന്ത്യ, ഇത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഇന്ത്യ, ഇത് രാജേന്ദ്ര പ്രസാദിന്റെ ഇന്ത്യ, ഇത് ശ്രീശങ്കരന്റെ ശ്രീബുദ്ധന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ഇന്ത്യ, ഇത് കാളിദാസന്റെ കബീർദാസന്റെ തുളസീദാസന്റെ ഇന്ത്യ, ഇത് ബാഫിത്തങ്ങളുടെ ഇന്ത്യ, ഇത് ശംസുൽ ഉലമയുടെ ഇന്ത്യ, ഇത് ഗാന്ധിജിയുടെ ഇന്ത്യ, ഇത് നെഹ്റുവിന്റെ ഇന്ത്യ, ഇത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഇന്ത്യയാണ്. ആ കുടുംബത്തിൽ നിന്നൊരു തങ്ങൾ ഇവിടെ എത്തിയത് ഈ സദസ്സിന് അനുഗ്രഹീതമാണ്. ലോകത്തെ ഇന്ത്യയിൽ തന്നെ സമാധാനത്തിന്റെ ആശയങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന തങ്ങൾ, ആ തങ്ങൾ കുടുംബത്തിൽ നിന്ന് കേരളത്തിലെ സമാധാന കുടുംബത്തിൽ നിന്നൊരാളിവിടെ എത്തുമ്പോൾ അത് നമ്മുടെ ഈ സദസ്സിന് അലങ്കാരമാണ്. അത് നമ്മുടെ ഈ സദസ്സിന്റെ അലങ്കാരം മാത്രമാണെന്നല്ല, ഇതിന്റെ ബർക്കത്താകപ്പെട്ട നിമിഷം കൂടിയാണ്, പുണ്യമുള്ള മുഹൂർത്തം കൂടിയാണ്. അതുകൊണ്ട് ഈ പുണ്യമുള്ള മുഹൂർത്തത്തിൽ ഞാൻ എന്റെ വാക്കുകൾ അധികരിപ്പിക്കാതെ ഉപസംഹാരം കുറിക്കുകയാണ്. ഈ മഹത്തായ സദസ്സിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോ ഇവിടെ ഒരുമിച്ച് ചേർന്ന ആളുകളോട് മുമ്പിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ.